സുബൈർ ബാബുവിന്റെ ചാനൽ ഫോളോ ചെയ്ത എല്ലാവരോടും പറയാനുള്ളത്, മക്കളെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ കൈത്തൊഴിലും പഠിപ്പിക്കുക. എന്നാലേ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രതിസന്ധിയോ ഒരു ലോൺ അടക്കാതെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ മക്കൾക്ക് അറിയുന്ന കൈത്തൊഴിൽ കൊണ്ട് അവര് നമ്മളെ കുടുംബത്തെ പോറ്റും, നമ്മളെ പോറ്റും, അവരും ജീവിക്കും. 1 നമ്പർ എ ക്ലാസ് ബോംബെ ടൈലറാണ് ഞാൻ. ടൈലർ നന്നായിട്ട് അറിയാം. ലേഡീസ് ആയാലും ജെന്റ്സ് ആയാലും ഏത് ഡ്രസ്സും ഏത് കട്ട് ചെയ്ത് തന്നെ അടിക്കാൻ എനിക്കറിയാം. ഇനി ഗൾഫിൽ പോയാല് സൗദി തോപ്പായാലും ഒമാനി തോപ്പായാലും ഏതും നമുക്ക് കട്ട് ചെയ്ത് അടിക്കാൻ അറിയും. ഇനി പാന്റും കോട്ടും ഏത് വേണമെങ്കിലും സുബൈർ ബാബുവിന്റെ കയ്യില് കൈത്തൊഴിൽ ഭദ്രമാണ്. യവന് കുടിക്കാലും നമ്മൾ കുടുങ്ങൂല. ആരാണെന്ന് വെച്ചാൽ ഞാനാണ് പോളാറോ നീട് വാളാറോ നീ പോടാന്ന് പറയും നമ്മള്. മനസ്സിലാണ്ടോ? ഒരു കാര്യം മക്കൾ മനസ്സിലാക്കിക്കോ. സുബൈർ ബാബു പറഞ്ഞ എഴുതി വെച്ചോ. ഒരു മനുഷ്യന് 3 കൈത്തൊഴില് 5 ഭാഷ, 3 കൈത്തൊഴിലും 5 ഭാഷയും അവന്റെ കയ്യിൽ റെഡി ആണെങ്കിൽ ലോകത്ത് ഒരാളുടെ മുന്നിൽ നിങ്ങൾ മുട്ടുകുത്തേണ്ടി വരില്ല. ഒരാളുടെ മുന്നിൽ മുട്ടുകുത്തേണ്ട ആവശ്യം നിങ്ങൾക്ക് വരില്ല. 3 കൈത്തൊഴിലും 5 ഭാഷയും, 3 കൈത്തൊഴിലും 5 ഭാഷയുമുള്ള ഒരു മനുഷ്യൻ ലോകത്ത് ഒരാളുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വരില്ല. കാരണം അവൻ ആരടാന്ന് വെച്ചാ ഞാനടാന്ന് പറയും. നിങ്ങൾക്ക് അങ്ങനെ ആവണം മക്കളെ. എങ്കിൽ നിങ്ങൾ കൈത്തൊഴിൽ നിർബന്ധമായിട്ടും പഠിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ പഠിച്ചോ. നിങ്ങൾക്ക് AC മെക്കാനിക് ആണോ അത് പഠിച്ചോ. ഇനി സലൂണിൽ ബ്യൂട്ടീഷ്യൻ ആണോ അത് പഠിച്ചോ. നിങ്ങൾക്ക് എന്താണോ താല്പര്യം. ടൈലറിംഗ് ആണ് ഇനി വരാൻ പോകുന്ന ഒരു വിപ്ലവം. കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ ഒരു ഷർട്ട് എടുക്കാൻ 250-300 രൂപയൊക്കെയാണ്. മക്കൾ ഒരു ഷർട്ട് എടുക്കാൻ വെറും 1 മണിക്കൂർ മതി. ഒരു ഷർട്ട് കട്ട് ചെയ്യാൻ വെറും 20 മിനിറ്റ് മതി. 20 മിനിറ്റ് കട്ട് ചെയ്യാനും 1 മണിക്കൂർ തയ്ക്കാനും ഒരു 10 മിനിറ്റ് അത് പ്രസ് ഇസ്തിരി അടിക്കാനും അങ്ങനെ നിങ്ങൾക്ക് 1.5 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു മൊത്തത്തിൽ 2 മണിക്കൂർ പിടിച്ചോ. അതിന്റെ ബട്ടൺസും ഹോൾസും ഒക്കെപ്പാടെ കൂടി 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു ഷർട്ട് ഈസി ആയിട്ട് അടിക്കാം. ഏത് മഴക്കാലത്തും ഏത് കൊടും വേനൽക്കും AC റൂമിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് ടൈലറിങ്. മക്കളെ അതൊക്കെ പഠിച്ചൂടെ? അതൊരു ഹോബി ആയിട്ട് എടുക്കണം. പഠിക്ക്. എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നിങ്ങളെ മക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്തെങ്കിലും എത്തിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുത്താലും മതി. പറ്റുന്ന കൈത്തൊഴിൽ മക്കളെ കൊണ്ട് പഠിപ്പിക്ക്. ഒരു ഓൾട്രേഷൻ വർക്ക്, ഒരു ഷർട്ടിന്റെ ഒരു കൈ ചെറുതാക്കണം, അല്ലെങ്കിൽ ഈ വണ്ണം നമുക്കൊന്ന് കുറക്കണം. അത് ജസ്റ്റ് ഒരു സ്റ്റിച്ച് പിടിക്കാൻ കിട്ടും 50 റുപ്യ. മനസ്സിലായോ? നിങ്ങൾ കണ്ടില്ലേ നമ്മളെ ടൗണിൽ കൂടെ നോക്കണെങ്കിൽ ചെറിയൊരു കോണിക്കൂടി ഉണ്ടാവുള്ളൂ. ആ കോണിക്കൂടിൽ ആ ഒരു മെഷീൻ കൂടെ ഇരുന്നുണ്ടാവും. അയാളെ കാണുമ്പോ നിങ്ങൾക്ക് വലിയൊരു ഭംഗിയൊന്നും തോന്നൂല. പക്ഷെ അയാൾ ഒരു ദിവസം 1000-1500 രൂപയ്ക്ക് ജോലി ചെയ്യുന്നുണ്ട്. കാണുമ്പോ അയാൾ കുറെ പഴയ ഡ്രസ്സുകള്, കുറെ അങ്ങോട്ട് ഇങ്ങോട്ട്, ഒരു മുഷിഞ്ഞ വേഷം, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷെ നിങ്ങളതിലാറെ ഒരു ദിവസം അയാൾ 1500-2000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ടൈലർമാരെ എനിക്കറിയാം. അറിയോ? കളിയില്ലാതെ 40,000 രൂപ നാട്ടില് സ്വന്തം ഭാര്യന്റെയും അമ്മന്റെയും മക്കളെ അടിയില് നാട്ടുകാരുടെ അടിയിൽ കല്യാണത്തിന് കൂടാം, സൽക്കാരത്തിന് പോവാം. ഒരു വേഷം മാറ്റണ്ട. അഥവാ ശരീരത്തിൽ നൂലിട്ട് ഇങ്ങനെ കഴിഞ്ഞ 2 തട്ടിട്ടിയാൽ മതി, അത് പോവും. ഡ്രസ്സ് മാറ്റണ്ട. നല്ല വൃത്തിയിൽ നടക്കാം. എത്ര നല്ല സ്റ്റാൻഡേർഡ് ജോലി അറിയോ ടൈലറിങ്. ലോകാകെ കറങ്ങാം. സുബൈർ ബാബുക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ടൈലറിംഗ് പറഞ്ഞ ജോലി പഠിച്ചത് കൊണ്ട് തന്നെയാണ് ലോകം മുഴുവനും കറങ്ങിയത്. ബഹ്റൈനായാലും ഒമാനായാലും സൗദി അറേബ്യ ആയാലും ബാംഗ്ലൂർ ആയാലും ബോംബെ ആയാലും ഗുജറാത്ത് ആയാലും ഞാൻ പോയിട്ടുണ്ടെങ്കിലൊക്കെ ആ ടൈലറിംഗ് പറഞ്ഞ ആ ജോലിയിൽ അതിന്റെ പവർ കൊണ്ട് തന്നെയാണ് പോയത്. നിങ്ങൾക്കും പഠിക്കാം, നിങ്ങളുടെ മക്കൾക്കും പഠിക്കാം. മക്കളെ പഠിപ്പിക്കേ. ഭയങ്കര ഡിമാൻഡ്. ഇപ്പൊ ഗൾഫിലൊക്കെ പോകണമെങ്കിൽ കർട്ടൻ കടയിൽ സ്റ്റാർട്ടിങ് തന്നെ 3000 റിയാല് സ്റ്റാർട്ടിങ് ശമ്പളം. 3000 റിയാലാണ് എത്ര? 60-70,000 രൂപ ശമ്പളം, സ്റ്റാർട്ടിങ് ശമ്പളം. വളരെ മോശമായിട്ട് നിങ്ങൾ കരുതണ്ട ടൈലറിംഗ് മേഖല. കാരണം മനുഷ്യന്മാര് ഡ്രസ്സുകളിൽ എന്ത് ഇതാക്കിയാലും മനുഷ്യന്മാര് ഡ്രസ്സുകളിൽ നിർത്തൂല. ഡ്രസ്സ് എല്ലാവർക്കും ഫാഷനാ. പക്ഷെ ഡ്രസ്സ് അടിക്കുന്നവൻ ആർക്കും വേണ്ട. അത് മോശപ്പെട്ട ജോലി. ഡ്രസ്സ് എങ്ങനെ മാറി ഇടുന്നത് അത് സ്റ്റാൻഡേർഡ് ജോലി. അതിപ്പോ എങ്ങനെയാ വെച്ചാല് പശുവിന്റെ പാല് കുടിക്കൽ സ്റ്റാൻഡേർഡ്, പശുവിനെ നോക്കുന്നവൻ മോശക്കാരൻ. ശരിയാണോ അല്ലേ സുബൈർ പറഞ്ഞത്? പശുവിനെ നോക്കുന്ന ആള് കന്നാളെ നോക്കുക, അവൻ രണ്ടാം കിട പൗരൻ. എന്നാൽ പാല് കുടിക്കല് അവൻ ഭയങ്കര സ്റ്റാൻഡേർഡ് VIP. അവൻ പാലാ കുടിക്കുന്നത്. ഈ പാൽ ഉണ്ടാക്കുന്നവനെ കാണുന്നത് പുച്ഛം. അതുപോലെ തന്നെ ടൈലറിംഗ് അടിക്കുന്ന ഒരു ടൈലറെ കാണുന്നത് എന്താ പറയാ? ടൈലറേ എന്ന് പറയും. അതൊരു
മോശപ്പെട്ട ജോലി. എന്നാൽ എടാ ഈ ഡ്രസ്സ് കൊള്ളാലോ, എവിടെ നടത്ത്? ആ അത് കടീന്നാ. ഏത് കടയിൽ? കടന്റെ പേര് കൊടുക്കും. അപ്പൊ അവന് ആ കടയിൽ എത്ര വില? ഇതിന് 4000 ഈ ഷർട്ടിനെ. എവിടെ ആകെ 400-500 വില ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ കടക്കാരല്ല. അപ്പൊ നമുക്കറിയാം, കാരണം ഞാനൊക്കെ ബോംബെയിൽ കമ്പനിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാട്. ഞങ്ങളുടെ കമ്പനിയില് വെറും 350 രൂപയ്ക്ക് വിൽപ്പന നടത്തിയ ഷർട്ട് കടകളിൽ അത് പാക്ക് ചെയ്ത് വിൽക്കുമ്പോ 1500 രൂപ കൊടുത്തിരുന്നത്. എത്ര ലാഭം? നമ്മളെ കടയിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ട് ഈ ഷർട്ട് 350 രൂപയ്ക്ക് അവർ കൊണ്ടുപോകും. അതും പാക്ക് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ട്. ഒന്നുമില്ല, അത് അവരെ ഗ്ലാസിന്റെ അവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് കണ്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ആരെയും വന്ന് വെക്കുമ്പോ അവനെ കോട്ട് ഷൂട്ടൊക്കെ ഇട്ടിട്ട് എന്നെ കൈ കെട്ടിയിട്ട് എത്ര അതെ സാർ, അതിന് അധികമൊന്നുമില്ല സാർ, അതിന് 1500 രൂപയുള്ളൂ. ഒന്ന് പാക്ക് ചെയ്തോളൂ. ബസ് എത്ര കിട്ടിയത്? 1150 രൂപ. ആർക്കാ കിട്ടുന്നത്? ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല അല്ലേ? ഫർണിച്ചറിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഫർണിച്ചർ സാധനങ്ങളൊക്കെ നിങ്ങൾ ഫർണിച്ചർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങണം. അപ്പൊ അതിന്റെ ക്വാളിറ്റിയും എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് അറിയാം. ആ ഫർണിച്ചർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരാളും സാധനം വാങ്ങൂല. എല്ലാവരും വലിയ കടകളിൽ പോകും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ ചീനി മരം ഉണ്ടല്ലോ, റോഡ് കോമഡി ഞാൻ പറഞ്ഞല്ലോ, ഈ ചീനി മരം റോഡ് സൈഡിൽ വലിയ ചീനി മരങ്ങളില്ലേ, ആ ചീനി മരം ഇവർ കൊണ്ടുപോകും. എന്നിട്ട് അത് ഈർന്നു കഴിഞ്ഞാല് വീട്ടിയുടെ കാതലതിന്, കറുത്ത കാതല, ചീനിക്കും വീട്ടിക്കും ഒരേ കാതല. എന്നിട്ട് ഇവർ എന്താ പറയാ, ഈ ചീനിമരം ഈർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് വീട്ടിയാണോ ചീനിയാണെന്നൊന്നും സാധാരണക്കാരനെ കണ്ടുപിടിച്ചാൻ കഴിയില്ല. എന്നിട്ട് ഈ കാതൽ ഇങ്ങനെ കാണാകാരം, ഇതാ മരം? ഇതേ വീട്ടിയാണ് മരം എന്ന് പറയും. ഇവിടെ ലോക്കൽ ചീനി മരം റോഡ് സൈഡിലാണ്. ആ ചീനി മരത്തിന് ഇവന് വീട്ടി മരത്തിന്റെ പൈസ വാങ്ങിയിട്ട് പെരയിൽ കൊണ്ടുപോകും. എന്നിട്ട് 4 ആൾക്കാട് പറയാം, ഏതാ മരടാ അറിയോ? വീട്ടിയാത് വീട്ടി. വെറും അഹങ്കാരത്തിനും പൊങ്ങച്ചത്തിനും ജീവിക്കുന്ന മലയാളി സമൂഹം. കൈത്തൊഴിൽ പഠിക്കൂല, കൈത്തൊഴിൽ അറിയുന്നവരെ പ്രോത്സാഹിപ്പിക്കൂല. സുബൈർ ബാബു പറയുമ്പോ ഒക്കെ പറയും. ഇന്നത്തെ ടോപ്പിക് അതല്ല. ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? പലിശയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു, ലോണുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. എങ്കിലും ഈ ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു 1ാം പാർട്ടിൽ അല്ലെ, ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. 2ാം പാർട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പലിശയുമായി ബന്ധപ്പെട്ട് പോവേണ്ടി വന്നു, എന്തുകൊണ്ട് നമ്മൾ പലിശ എടുക്കേണ്ടി വന്നു, എന്തുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മുക്തിയാവുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് കൈത്തൊഴിൽ ഉണ്ടായില്ല, എന്തുകൊണ്ട് നമ്മൾ കൈത്തൊഴിൽ ചെയ്യുന്നില്ല, ഇതിനെ കുറിച്ചാണ് ഈ 2ാമത്തെ വിഷയം നമ്മൾ പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധയോടെ കേൾക്കുക. മക്കളെ നിങ്ങൾ ആൺകുട്ടികളെയാണെങ്കിൽ പ്രത്യേകം കൈത്തൊഴിൽ പഠിപ്പിക്കുക. പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ പല രീതിയിലും കരകൗശല സാധനങ്ങളൊക്കെ വീട്ടില് നിർമ്മിക്കാൻ പറ്റും. അത് അവരെ കൊണ്ട് പഠിപ്പിക്കുക. ചെയ്യട്ടെ, അവര് മക്കൾ വളരട്ടെ. എല്ലാം എന്റെ മക്കള് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്ത് കമ്പ്യൂട്ടർ പഠിച്ചു. എന്താണ് ഈ കമ്പ്യൂട്ടറിൽ പഠിക്കുന്നത് എന്തെങ്കിലും നമുക്കറിയോ? ആർക്കും അറിയില്ല. എന്താ പഠിക്കുന്നത് കമ്പ്യൂട്ടറിൽ പ്രത്യേകിച്ചൊന്നും അവർ പഠിക്കുന്നുണ്ടാവില്ല. അവർ കുറെ റീൽസ് കാണുന്നുണ്ടാവും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ടാവും, ടൈം പാസ് ചെയ്യുന്നുണ്ടാവും, അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഗേൾ ഫ്രണ്ടിനോട് ബോയ് ഫ്രണ്ടിനോട് ചാറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിനപ്പുറം ഒരു അവർ നടത്തുന്നുണ്ടാവില്ല. ഇത്രത്തന്നുള്ളൂ. അവർ നിങ്ങൾ എന്ത് ചെയ്ത് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് നിങ്ങൾ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പിന്നെ ഒരു ഐസക് ന്യൂട്ടനോ അല്ലെങ്കിൽ ഒരു വലിയൊരു ശാസ്ത്രജ്ഞനാവും എത്തിയിരിക്കുക. ആ ഒരു കൂടുതലും മക്കൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക കാര്യം ചെയ്യാം. അതാണ് സത്യമാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ എന്നോട് ദേഷ്യം കണ്ടാവും, പക്ഷെ പറയുന്ന കാര്യത്തിൽ ഇതിന്റെ സത്യമാണോ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളോടും ജ്യേഷ്ഠാനിയന്മാരോടും പറയാനുള്ളത്, മക്കളെ കഴുത്തൊഴിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. അവർക്ക് ഇഷ്ടമുള്ള കഴുത്തൊഴിൽ. 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാല് മകനെ ഗൾഫിലോട്ടോ മറ്റോ നിങ്ങൾ പറഞ്ഞേക്കുക. നിങ്ങൾക്കൊരു സഹായത്തിനെങ്കിലും നിങ്ങളെ മക്കളാവട്ടെ. 1ാം തരം പോകുന്ന മക്കള് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് നന്നായിട്ട് അറിയാം. ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടണമെങ്കിൽ ആ മക്കൾ എന്തെങ്കിലും കഴുത്തൊഴിൽ പഠിക്കണം. ഇന്നിപ്പോ സഹോദരൻ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം ലോണുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷനില്ല. ലോൺ അടക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബിസിനസ് ആകാരിയിൽ പോയി. പക്ഷെ 22-23 വയസ്സായ മോനുണ്ട്. മോന് ഗൾഫിലേക്ക് വിട്ടുവിടുന്ന ചോദിച്ചു. അവൻ മോന് ഗൾഫിലേക്ക് പോയി. പക്ഷെ അവന് നാട്ടിൽ പഠിച്ച ജോലി അവനവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നേരെ റിട്ടേൺ അടിച്ചു. ഞങ്ങൾ ആ പൈസ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ അവനെ ഗൾഫിലേക്ക് വിട്ട ആ പൈസ 1.5 ലക്ഷം രൂപ അതോട് കടായി എന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. മക്കൾക്ക് പണത്തിന്റെ മൂല്യം അറിയില്ല. എന്ത് ചോദിച്ചാലും അത് വാപ്പ തരും, അത് അച്ഛൻ തരും, അല്ലെങ്കിൽ അത് അമ്മ തരും. ആവശ്യമുള്ള 100 രൂപ വേണം സ്കൂൾ ഫീസ് എടുത്തു കൊടുക്കുക അല്ലേ? നോട്ട്ബുക്കിന് പൈസ വേണം, ടൂർ പോകാൻ പൈസ വേണം. നിങ്ങൾക്ക് അറിയില്ലേ ടൂർ പോകാൻ പൈസ കൊടുക്കായിട്ട് എന്റെ നാട്ടില്
ഒരു പയ്യൻ 10ാം ക്ലാസ്സിൽ കളിക്കുന്ന ഒരു കുട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ? എന്റെ നാട്ടിലാണ്, ഞാൻ പോയിരുന്നു ആ വീട്ടില്. നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ ടൂർ പോയിരുന്നോ? ടൂർ പോകാത്തതിന്റെ കാരണത്താൽ നമ്മൾ അതിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ ഇന്ന ഓർമ്മയിലില്ല. ടൂർ പോകാത്തതിന്റെ കാരണത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്ത് എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതും സംഭവിക്കുന്നുണ്ട്. നമ്മളെ കാലഘട്ടത്തിൽ എന്തായിരുന്നു സംഭവിച്ചിരുന്നത്? 10ാം ക്ലാസ്സിൽ കേൾക്കുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്ത കുറെ ആൾക്കാർ നമ്മളെ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതില്ല. കാരണം ഇന്ന് 10ാം ക്ലാസ്സിൽ തോൽവിയില്ല. ഇന്ന് ഫുൾ എല്ലാവരും വാരിക്കോരി കൊടുക്കല്ലേ. അഥവാ ഒരു പൊട്ടനാണ് 10ാം ക്ലാസ്സിൽ, 9ാം ക്ലാസ്സിൽ ആളെ കൊണ്ട് എഴുതിപ്പിക്കുക. 9ാം ക്ലാസ്സിലെ ആളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കുകയാണെങ്കിൽ അവനും A+ കിട്ടുന്നത്. അപ്പൊ 9ാം ക്ലാസ് വിദ്യാഭ്യാസം 10ാം ക്ലാസ് വിദ്യാഭ്യാസം എന്താ നോക്കി നിങ്ങൾ? 10ാം ക്ലാസ്സുകാരന് പരീക്ഷ എഴുതുന്നത് 9ാം ക്ലാസ്സുകാരൻ, എന്നിട്ട് 9ാം ക്ലാസ്സുകാരൻ എഴുതുന്ന പരീക്ഷയിൽ ഈ 10ാം ക്ലാസ്സുകാരന് A+. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം. നല്ല അടിപൊളി വിദ്യാഭ്യാസം അല്ലേ? അപ്പൊ മക്കള് വിദ്യ കൊണ്ടും വളരില്ല, കൈത്തൊഴിൽ കൊണ്ടും വളരുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ്, ഒരു ദുഷിച്ച കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ ഈ 2024 അവസാന ഘട്ടത്തിലൂടെ ഒക്കെ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ എല്ലാ പ്രേക്ഷകരോടും, സുബൈർ ബാപ്പുവിനെ ഇഷ്ടപ്പെടുന്ന, സുബൈർ ബാപ്പുവിന്റെ ചാനൽ ഫോളോ ചെയ്ത എല്ലാവരോടും പറയാനുള്ളത്, മക്കളെ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ കൈത്തൊഴിലും പഠിപ്പിക്കുക. എന്നാലേ നമുക്ക് നാളെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രതിസന്ധിയോ ഒരു ലോൺ അടക്കാതെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആ മക്കൾക്ക് അറിയുന്ന കൈത്തൊഴിൽ കൊണ്ട് അവര് നമ്മളെ കുടുംബത്തെ പോറ്റും, നമ്മളെ പോറ്റും, അവരും ജീവിക്കും. നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളെ മക്കളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ മക്കളെ ആ രീതിയിൽ വളർത്തണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതുവരെ എന്റെ വീഡിയോ, ഈ ലൈവ് കണ്ട എല്ലാ കൂട്ടുകാരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.